ആ മുദ്ദിന്റെ അളവ് എത്രയെന്ന് ശരിയായ അളവ് എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ മുദ്ദിന്റെ അളവ് എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു അളവ് പാത്രമാണ്. ഇപ്പൊ നമ്മള് പിന്നെ ഇടങ്കഴി നാഴി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മുള കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രമാണ് ഈ മുദ്ദ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ന് പറയുന്നത് വേറൊരു പാത്രമാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ആ ഒരു പാത്രത്തിന്റെ അളവിലേക്ക് നമ്മൾ അരി മാറ്റുന്ന സന്ദർഭത്തിൽ അരിയുടെ വ്യത്യാസത്തിനനുസരിച്ച് തൂക്കത്തിൽ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു കണക്ക് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. പല പണ്ഡിതന്മാരും പല വ്യാഖ്യാനങ്ങളും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല വണ്ണമുള്ള അരി ഉണ്ടാവും, നീളമുള്ള അരി ഉണ്ടാവും, നീളം കുറഞ്ഞ അരി ഉണ്ടാവും. ഈ അരികളൊക്കെ അതിൽ തൂക്കുമ്പോൾ അതിൽ കൊള്ളുന്ന അളവിനനുസരിച്ച് അത് കിലോയിലേക്ക് മാറ്റുമ്പോൾ, തൂക്കത്തിലേക്ക് മാറ്റുമ്പോൾ ചിലത് 1.5 കിലോ വരും, ചിലത് 1.25 കിലോ വരും, ചിലത് 1.25 കിലോ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയുടെ ഭാഗമായി പണ്ഡിതന്മാർ അതിൽ പറയുന്നത് ഒരു 1.5 കിലോ അരി എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു 1.5 കിലോ അരി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയുടെ ഭാഗമായി ഏറെയും കുറയും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ പറയുന്നത് ഒരു 1.5 കിലോ അരി. 1.25 എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ ഒരു 1.5 കിലോ അരി എന്ന് പറയുമ്പോൾ സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ല ഒരളവായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം അത് വ്യത്യാസങ്ങൾ വരും, അരിയുടെ വ്യത്യാസം. കാരണം അത് തൂക്കവും അളവും തമ്മിൽ വ്യത്യാസങ്ങൾ വരും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ തൂക്കി കണക്കാക്കുമ്പോൾ ഏകദേശം ഒരു 1.5 കിലോ അരിയാണ് ഒരു മുദ്ദ് എന്ന് പറയുന്നതിനെ പണ്ഡിതന്മാർ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മുദ്ദ് കൊടുക്കുമ്പോൾ 1.5 കിലോ അരി വെച്ചിട്ട് കൊടുക്കുന്നതാണ് സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് എന്നതാണ് പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു ആലം.